ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഏറെ വിവാദമായ വിഷയമായിരുന്നു നെയ്യാറ്റിൻകരയിലെ കല്ലറ പൊളിക്കൽ വിവാദം. കല്ലറ പൊളിച്ചു, ഗോപൻ സ്വാമിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തു. അതിൻ്റെ ആന്തരിക അവയവങ്ങളുടെ റിസൾട്ട് വരാനുണ്ട്. ഇപ്പോൾ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുകയാണ്. അതിലേക്ക് കടന്നിട്ടുണ്ട്. ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം ആറാലുമൂട്ടിലെ വീട്ടിലെത്തിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. അവിടെ നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ വിശദാംശങ്ങൾ നൽകും. ഉമേഷ്, അവിടെ എന്താണ് സ്ഥിതി? സംസ്കാര ചടങ്ങുകൾ തുടങ്ങിയോ? വിശദാംശങ്ങൾ. സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചു. ഇപ്പോൾ നേരത്തെ തന്നെ, അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടിരുന്ന ഈ കല്ലറ അത് പൂർണ്ണമായി പൊളിച്ചു മാറ്റിയിരുന്നു. പകരം ഇന്നലെ രാത്രിയോടുകൂടി കുറച്ചുകൂടി വലിയ വിശാലമായ ഒരു കല്ലറ സ്ഥാപിച്ചിരുന്നു. അതിലേക്കാണ് ഇപ്പോൾ ഗോപൻ സ്വാമിയുടെ മൃതദേഹം സംസ്കരിക്കുന്നത്. അത് സമാധി എന്ന നിലയിലുള്ള ഹൈന്ദവാചാര ചടങ്ങുകൾ ഇതോടൊപ്പം നടത്തുന്നുണ്ട്. അതിനുവേണ്ടി ഋഷി കൂടുതൽ സന്യാസിമാരടക്കുന്ന ഒരു സമൂഹവും ഇവിടെയുണ്ട്. എന്തായാലും ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. ചടങ്ങുകൾ ഇപ്പോൾ തുടങ്ങി. നേരത്തെ നിംസ് ആശുപത്രിയിലായിരുന്നു മൃതദേഹം ഒരു ദിവസം സൂക്ഷിച്ചിരുന്നത്. അവിടെ നിന്ന് ഘോഷയാത്രയായിട്ടാണ് ഈ വീട്ടിലേക്ക് എത്തിക്കുന്നത്. വീടിനോട് ചേർന്ന് തന്നെയാണ് ഈ സമാധിയുമായി ബന്ധപ്പെട്ടുള്ള കല്ലറ ഒരുക്കിയിരിക്കുന്നത്. ഇവിടേക്ക് തന്നെയാണ് നേരത്തെയും കല്ലറ ഉണ്ടായിരുന്നത്. പക്ഷേ അത് കഴിഞ്ഞ ദിവസം പോലീസ് പൊളിച്ചപ്പോൾ അത് പൂർണ്ണമായി പൊളിച്ചു മാറ്റി. അത് ചെറിയൊരു കല്ലറയായിരുന്നു. അത് പൂർണ്ണമായി പൊളിച്ചു മാറ്റി. അതിനുശേഷം ഇന്നലെ രാത്രിയോടുകൂടി പുതിയൊരു കല്ലറ സ്ഥാപിച്ച ശേഷം ആണ് ഈ ചടങ്ങുകളെല്ലാം ആരംഭിച്ചത്. എന്തായാലും വലിയൊരു ജനസമൂഹമെന്നും പറയാനില്ല. എങ്കിലും ഒരു 100-ലധികം പേർ ഈ ഒരു സംസ്കാര ചടങ്ങുകൾ വീക്ഷിക്കാൻ വേണ്ടി, കാണാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. ഒരു 100-ലധികം പേരുണ്ട്. വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ തിരുവനന്തപുരം ജില്ലയിലെ വിവിധ ആളുകൾ ഇതോടൊപ്പം നിൽക്കുന്നുണ്ട്. അവർ തന്നെയാണ് പൂർണ്ണ പിന്തുണ ഈ ചടങ്ങുകൾക്കും ഈ രണ്ടാമത് വീണ്ടും സമാധി ചടങ്ങുകൾ എന്ന രീതിയിൽ നടത്താൻ വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കി നൽകിയത്. അത് ഇന്നലെ രാത്രി മുതൽ ഈ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ വിവിധ പ്രവർത്തകർ ഈ വീടിൻ്റെ പരിസരത്തും ക്ഷേത്രത്തിലുമായി ഉണ്ടായിരുന്നു. എന്തായാലും വിവാദങ്ങൾ ഇപ്പോഴും ഈ മരണത്തിൻ്റെ ദുരൂഹത ഒഴിഞ്ഞിട്ടില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ്. അതും ഇതോടൊപ്പം പറയേണ്ടിയിരിക്കുന്നു. മരണത്തിൻ്റെ ദുരൂഹത ഇപ്പോഴും ഒഴിഞ്ഞിട്ടില്ല. കാരണം പ്രത്യക്ഷമായി മറ്റ് ക്ഷതങ്ങളോ പരിക്കുകളോ മൃതശരീരത്തിൽ പോസ്റ്റ്മോർട്ടത്തിലോ ഇൻക്വസ്റ്റിലോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ മരണത്തിന് യഥാർത്ഥ കാരണം എന്തെന്നറിയാൻ ആന്തരിക അവയവങ്ങളുടെ ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധന റിപ്പോർട്ട് കൂടി ലഭിക്കേണ്ടതുണ്ട്. അത് ദിവസങ്ങൾ കൂടി കഴിയും. അതിനനുസരിച്ച് തുടരന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് പോലീസിൻ്റെ തീരുമാനം. അതോടൊപ്പം കുടുംബാംഗങ്ങളെ, അതായത് ഈ അതായത് കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയാണ് ഈ ഒരു മരണം സംഭവിക്കുന്നത്. അന്ന് ദൃക്സാക്ഷികളായിരുന്ന ഇളയ മകൻ, അമ്മ, ഒപ്പമുണ്ടായിരുന്ന മകൻ്റെ ഭാര്യ അടക്കമുള്ളവരെ വീണ്ടും പോലീസ് ചോദ്യം ചെയ്യും. മൂത്തമകനെയും ചോദ്യം ചെയ്യും. മൂത്തമകൻ അന്ന് കൂടെ ഉണ്ടായിരുന്നില്ല, പക്ഷേ മൂത്തമകനെയും ചോദ്യം ചെയ്യും. എന്തായാലും ഈ ഒരു ദിവസം ഏകദേശം ദിവസങ്ങൾ 5 ദിവസം ഈ കല്ലറയ്ക്കകത്ത് സൂക്ഷിച്ചിരുന്ന മൃതദേഹം ഇന്നലെയാണ് പൊളിച്ച് ആശുപത്രിയിലേക്ക് മാറ്റുകയും പോസ്റ്റ്മോർട്ടം നടത്തുകയും ചെയ്തത്. അവിടെ നിന്ന് ഇന്നിപ്പോൾ ഘോഷയാത്രയോടുകൂടി റോഡ് മാർഗം ഇവിടേക്ക് എത്തുകയായിരുന്നു. ഏകദേശം 1 മണിക്കൂർ മുൻപാണ് ഈ ഒരു റോഡ് വഴിയുള്ള ഘോഷയാത്ര ആരംഭിച്ചത്. ആ ഘോഷയാത്രയിൽ അകമ്പടിയായി ഏകദേശം 50ഓളം പേർ പങ്കെടുത്തു. ആ ഘോഷയാത്രയിൽ കൂടുതലും പങ്കെടുത്തത് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ പ്രവർത്തകർ തന്നെയാണ്. എന്തായാലും അവരും ഈ സംസ്കാര ചടങ്ങിൻ്റെ ഭാഗമായി ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ സംസ്കാര കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ചെങ്കൽ ക്ഷേത്രത്തിന് സമീപത്തുള്ള ചെങ്കൽ ക്ഷേത്രത്തിലെ സന്യാസിയാണ്. അദ്ദേഹമാണ് ഈ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. എന്തായാലും കർമ്മം ആരംഭിച്ചു. ഇനിയിപ്പോൾ ഈ ഒരു പ്രത്യേകം തയ്യാറാക്കിയ ഈ ഒരു അകത്തെ പീഠത്തിലേക്ക് ഈ സംസ്കാരത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളുമായി ബന്ധപ്പെട്ട് ഈ മൃതദേഹത്തെ ഇരുത്തിയിട്ടുണ്ട്. ഇരുത്തി ഉള്ള സംസ്കാരം, അതായത് സമാധി ചടങ്ങുകൾ എങ്ങനെയാണോ നടത്തുന്നത് ആ സമാധി ചടങ്ങുകൾ എന്ന രീതിയിലുള്ള എല്ലാ ആചാരങ്ങളും പാലിച്ചുകൊണ്ടാണ് നടത്തുന്നതെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അതിനനുസരിച്ച് നേരത്തെ ഇവിടെ നിന്ന് ഈ പൊളിച്ച് പുറത്തേക്ക് ശബ്ദത്തിൽ ചെറിയൊരു പ്രശ്നമുള്ളത് കൊണ്ട് ഇടപെടുകയാണ്. നെയ്യാറ്റിൻകരയിൽ ഗോപൻ സ്വാമിയുടെ സമാധി ചടങ്ങുകൾ തുടങ്ങിയിട്ടുണ്ട്. ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം ആറാലുമൂട്ടിലെ വീട്ടിലെത്തിച്ചിട്ടുണ്ട്. സന്യാസിമാരുടെയൊക്കെ സാന്നിധ്യത്തിലാണ് ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. വിപുലമായ ചടങ്ങാണ് കുടുംബം വിചാരിച്ചിരുന്നത്. എന്തായാലും കൂടുതൽ ആളുകളൊക്കെ എത്തുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അത്രത്തോളം പങ്കാളിത്തമില്ല അദ്ദേഹത്തിൻ്റെ അനുയായികളുടെ. എന്തായാലും കുടുംബത്തെ സംബന്ധിച്ച് സമാധി ചടങ്ങ് ഏറെ പ്രധാനപ്പെട്ടതാണ്. അത്തരത്തിൽ സമാധി ഇരുത്തിയതാണെന്നാണ് അവരുടെ വാദം. ഈ മരണവുമായി ബന്ധപ്പെട്ടുള്ള ദുരൂഹതയൊക്കെ ഏറെക്കുറെ നീങ്ങിയിട്ടുണ്ട്. ഇനി അറിയാനുള്ളത് ഏത് തരത്തിലാണ് മരണം സംഭവിച്ചത് എന്നുള്ളതാണ്. അതിന് ഈ ആന്തരിക പരിശോധനാ ഫലമൊക്കെ ലഭ്യമായാൽ മാത്രമേ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാൻ സാധിക്കൂ.